ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ആൻറ്റനയാണ് യാഗി ആൻറ്റന. പൂർണ്ണമായിട്ട് പറഞ്ഞാൽ യാഗി ഉഡ ആൻറ്റന എന്ന് വേണം പറയാൻ. ശരിക്ക് ഉഡ കണ്ടുപിടിച്ചു, യാഗിയും കൂടെ ചേർന്ന് രണ്ടുപേർക്കും കൂടെ ആ പേര് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ യാഗിയുടെ പേര് മാത്രമേ ഓർക്കുള്ളൂ എന്നുള്ളതാണ് ഒരു കഥ. രണ്ടുപേരും ജപ്പാൻകാരൻ തന്നെയായിരുന്നു. മുമ്പ് കാലത്ത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഒരുവിധം എല്ലാ വീടിൻ്റെ മുകളിലും യാഗി ആൻറ്റന കാണാറുണ്ട്. അത് ടി വിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കേബിൾ ടി വി ഒക്കെ വന്നതുകൊണ്ട് അത് കാണാനില്ല. ഇവിടെ പട്ടണത്തിൽ ഒരു യാഗി ആൻറ്റന മൾട്ടി എലമെൻറ്റ് കുറേ കാലമായിട്ട് കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതും പോയി, പകരം അവിടെ ഒരു ഡിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവസാനമായിട്ട് ഞാൻ ഈ അടുത്ത കാലം വരെ കുറച്ച് ആഴ്ചകൾ മുമ്പ് വരെ കണ്ടിരുന്നതാണ്, അത് പോയി. അപ്പോൾ ഇനിയിപ്പോൾ യാഗി ഉപയോഗിക്കാനുള്ളൊരു നമ്മൾ തന്നെയുള്ളൂ, അമേച്വർ റേഡിയോ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ യാഗി ആൻറ്റനയ്ക്ക് ഒരു ഡ്രിവൺ എലമെൻറ്റും കുറേ പാരസൈറ്റിക് എലമെൻറ്റ്സും ഉണ്ടാവും. ഒരു ബൂമിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബൂം എന്ന് പറഞ്ഞാൽ നടുക്കുള്ള അതുണ്ട് തന്നെ. ഡ്രിവൺ എലമെൻറ്റ് സാധാരണ ഹാഫ് വേവ് ഡൈപ്പോൾ ആവാം, രണ്ട് കഷ്ണമായിട്ടുള്ളത്. അല്ലെങ്കിൽ പണ്ടത്തെ ടി വി ആൻറ്റനയ്ക്ക് കണ്ടിരുന്ന പോലെ വളഞ്ഞിങ്ങനെ വരുന്ന ഫുൾ വേവ് ഫോൾഡ് ഡൈപ്പോളും ആവാം. രണ്ട് തരത്തിലും വരാം. രണ്ടും തമ്മിൽ ഇമ്പിഡൻസ് വ്യത്യാസമുണ്ട്. പണ്ടത്തെ യാഗി ടി വിയുടെ ഫോൾഡ് ഡൈപ്പോളിന് ഇമ്പിഡൻസ് കൂടുതലായതുകൊണ്ടാണ് റിബൺ ടേപ്പ് വെച്ചിട്ടാണ് ഫീഡ് ചെയ്തിരുന്നത്. അതിൻ്റെ തലക്കിലൊരു ബാലൻ ഉണ്ടായിരുന്നു ടി വിയിൽ കുത്തുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ഡ്രിവൺ എലമെൻറ്റിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, സിഗ്നൽ ഫീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സിഗ്നൽ റിസീവ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള എലമെൻറ്റ് പറയുന്നത് റിഫ്ലക്ടർ എന്നാണ്. നമ്മളൊരു കണ്ണാടി വെച്ച് കൊടുക്കുന്ന പോലെ ഡ്രിവൺ എലമെൻറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽ മുന്നിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിഫ്ലക്ടർ പിന്നിൽ വയ്ക്കും. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു റിഫ്ലക്ടറേ വയ്ക്കാറുള്ളൂ. അതേസമയത്ത് മുന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കുറേ ഡയറക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഡയറക്ടറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡ്രിവൺ എലമെൻറ്റിൻ്റെ പിന്നിലുള്ള റിഫ്ലക്ടറിന് ഡ്രിവൺ എലമെൻറ്റിനെക്കാട്ടും നീളം ഉണ്ടാവും. ഡയറക്ടറുകളൊക്കെ ഇങ്ങനെ നീളം കുറഞ്ഞു വരും. അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. വിക്കിപീഡിയയിൽ നിന്നുള്ള ലളിതമായിട്ടുള്ള ഈ അനിമേഷൻ വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട് നമുക്ക്. അതായത് പാരസൈറ്റിക് എലമെൻറ്റ്സ് റെസൊണേറ്റ് ചെയ്യും, സിഗ്നൽ പിടിച്ചെടുത്തിട്ട് റേഡിയേറ്റ് ചെയ്യും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അങ്ങനെയാണ് അത് ഇഫക്റ്റീവ് ആവുന്നത്. ഇൻ ഫേസ് ആയിരിക്കും, ഫേസിൽ വരുന്ന സിഗ്നലാണ് നന്നായിട്ട് മുന്നോട്ട് ഡയറക്റ്റ് ചെയ്ത് പോവുക. ഔട്ട് ഓഫ് ഫേസ് വരുന്ന സിഗ്നൽസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അതിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസാണ് ഇൻ ഫേസ് വരുന്നത്. ഔട്ട് ഓഫ് ഫേസ് വന്ന ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അങ്ങനെയാണ് റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള സിഗ്നൽസ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ സ്ട്രോങ് ആവും, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വീക്ക് ആവും. ഇതിനാണ് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. യാഗി ആൻറ്റനയെ പറ്റി ചോദിച്ച ഉടനെ തന്നെ ചോദിക്കും, ഗെയിൻ എത്രയുണ്ട്, എത്ര കൂടുതൽ സിഗ്നൽ മുന്നോട്ട് പോകും. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമാണ് ഫോർവേഡ് ബാക്ക്വേർഡ് റേഷ്യോ. ഇപ്പം നമ്മൾ നല്ല ഗെയിനുള്ള ഒരു ആൻറ്റന ഒരു റിപ്പീറ്ററിൻ്റെ അവിടേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. നേരെ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ആ റിപ്പീറ്റർ കേൾക്കുന്നതന്നെ ഉണ്ടാവില്ല. അതാണ് ആ കട്ട് ഓഫ് വരുന്നതിനാണ് ഫോർവേഡ് ബാക്ക്വേർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സിഗ്നൽ എത്ര ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത്. അത് ശക്തിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു വേർട്ടിക്കൽ ആൻറ്റനയാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലുമാണ് സിഗ്നൽ പോവുക. അതിന് പകരം ഫോക്കസ് ചെയ്തു, ഇപ്പോൾ നമ്മൾ ടോർച്ച് ലൈറ്റ് അടിക്കുന്ന പോലെ ഫോക്കസ് ചെയ്ത് ഒരു ഡയറക്ഷനിലേക്ക് ആക്കി മാറ്റുന്നു. അതാണ് ഈ യാഗിയുടെ പ്രത്യേകത. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ സിഗ്നലൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ടോർച്ച് അടിക്കുമ്പോൾ അങ്ങനെയല്ലേ, അതിൽ റിഫ്ലക്ടർ ഫോക്കസ് ചെയ്ത് മുന്നിലേക്ക് അടിക്കും. ഇപ്പോൾ ടോർച്ചിൻ്റെ പിന്നിലേക്ക് കാര്യമായിട്ടുള്ള ലൈറ്റൊന്നും വരില്ല. ഇത് തന്നെയാണ് ഈ യാഗി ആൻറ്റന ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു പേര് ബീം ആൻറ്റന എന്നും പറയും. ഒരു ബീം ഉണ്ടാക്കുകയാണല്ലോ, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഗെയിൻ കൂടുമ്പോൾ ബീമിൻ്റെ വിഡ്ത്ത് കുറയും, നേരെ ഫോക്കസ്ഡ് ബീമാവും. എലമെൻസിൻ്റെ എണ്ണം കൂടുന്തോറും ഗെയിൻ സാധാരണത്തിൽ കൂടി വരും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിന് വലിയ ഗുണമില്ലാണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ അൾട്രാ ഹൈ ഫ്രീക്വൻസിക്കാണെങ്കിൽ ചെറിയ എലമെൻറ്റ്സ് ആയതുകൊണ്ട് 10-30 എലമെൻറ്റുള്ള ആൻറ്റനയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഗെയിൻ വേണമെങ്കിൽ ഈ ആൻറ്റനകൾ തന്നെ കുറേ ബീം ആൻറ്റനകൾ ഒന്നിച്ച് വെച്ച് ഫേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ മൂൺ ബൗൺസ്, മൂണിലേക്കൊക്കെ 4 ലക്ഷം കിലോമീറ്റർ ദൂരത്തേക്കൊക്കെ അയക്കേണ്ട സിഗ്നലാണെങ്കിൽ ചിലപ്പോൾ 10-60 ആൻറ്റനകളൊക്കെ ഒന്നിച്ച് ഫേസ് ചെയ്ത് സ്റ്റാക്ഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ EME ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും അതൊക്കെയാണ് യാഗിയുടെ കൂടിയ പ്രവർത്തനങ്ങൾ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ബീം വിഡ്ത്തിനെ പറയുന്നതെന്ന് വെച്ചാൽ ടോർച്ചിൻ്റെ ബീം പോലെ തന്നെ
ഗെയിൻ കൂടുമ്പോൾ ബീമിൻ്റെ വിഡ്ത്ത് കുറയും, നേരമായിരിക്കും. ഗെയിൻ കുറയുമ്പോൾ ബീം വിഡ്ത്ത് കൂടും. ഇത് നമ്മൾ സാറ്റലൈറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് പ്രാധാന്യം. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാത്ത ആൻറ്റന വയ്ക്കുകയാണെങ്കിൽ ബീം വിഡ്ത്ത് കുറഞ്ഞ ആൻറ്റന ഹൈ ഗെയിൻ ആയിരിക്കും, പക്ഷേ സാറ്റലൈറ്റിൻ്റെ പാസിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VHF-നും UHF-നാണ് അധികം ഉപയോഗിക്കാറ്. HF-ന് ഉപയോഗിക്കാറുണ്ട്. 20 മീറ്ററിന് ബീമുള്ളവരുണ്ട്, 10 മീറ്ററിന്, 15 മീറ്ററിന്. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഏകദേശം 40 മീറ്ററിന് 4 എലമെൻറ്റ് ബീമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ചില ഹാംസിൻ്റെയിലൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്രയും സ്ഥലം വേണം, അത് വയ്ക്കാനും റൊട്ടേറ്റ് ചെയ്യാനും നല്ല പവറുള്ള റൊട്ടേറ്ററൊക്കെ വേണം. അതാണ് ലോവർ ബാൻഡിലേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ അഗി ആൻറ്റനയ്ക്ക് 20 dBi ഒക്കെ ഗെയിൻ ഉണ്ടാവാം. dBi എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് സ്ഫെറിക്കൽ തിയറട്ടിക്കൽ ആൻറ്റന ആയിട്ടുള്ള ഗെയിനാണ് dBi. dBd എന്ന് പറഞ്ഞാൽ ഡൈപോളിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഗെയിൻ. ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ 20 dB ഒക്കെ വരാം. റേഡിയേഷൻ ഒരു ലീനിയർ പോളറൈസേഷനാണ്. അത് വയ്ക്കുന്നതനുസരിച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് വെച്ച് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ വരാം, വെർട്ടിക്കലായിട്ട് വെച്ചാൽ വെർട്ടിക്കൽ പോളറൈസേഷൻ വരാം. അത് ആ ബീം പോകുന്ന പോളറൈസേഷൻ എന്ന് പറയും. ക്രോസ് പോളറൈസേഷൻ, നമ്മൾ റിസീവിങ്ങും ട്രാൻസ്മിറ്റിംഗ് ആൻറ്റന ഡിഫറെൻറ്റ് പോളറൈസേഷനിലാണെങ്കിൽ സിഗ്നൽ റിസീവ് ചെയ്യുന്നത് കുറവായിരിക്കും. dBi ഐസോട്രോപിക് ആൻറ്റന ആയിട്ടുള്ള റിലേഷനിലുള്ള ഗെയിൻ, അതും dBd അതായത് ഡൈപോൾ ആയിട്ടുള്ള റിലേഷനിലുള്ള ഗെയിനും തമ്മിൽ വ്യത്യാസം വരുന്നത് 2.15 ആണ്. അതായത് ഡൈപോളിൻ്റെ ഗെയിൻ dBiയിൽ പറയുകയാണെങ്കിൽ 2.15 ആണ്. അപ്പോൾ ആ വ്യത്യാസമാണ് dBiയും dBdയും തമ്മിൽ ഒരു ആൻറ്റനയുടെ ഗെയിൻ പറയുമ്പോൾ ഉണ്ടാകുന്നത്. dBi ആയിരിക്കും കൂടുതലായിട്ട് വരിക, dBd പറഞ്ഞാൽ കുറച്ച് കുറവായിട്ട് വരും. അർത്ഥമൊക്കെ ഒന്ന് തന്നെ. സാധാരണ നമ്മൾ ഡ്രിവൺ എലമെൻറ്റ് 2 കഷ്ണമായിട്ടാണെന്ന് പറഞ്ഞില്ലേ, അത് ബൂമിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ വെച്ച് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ബൂമിൽ മൗണ്ട് ചെയ്യുന്ന തരം ഡ്രിവൺ എലമെൻറ്റും ഉണ്ട്. അത് ഗാമ മാച്ച് വെച്ചിട്ട് ബൂമിൽ മൗണ്ട് ചെയ്യുന്ന തരം ഡ്രിവൺ എലമെൻ്റ് ഉണ്ട്. അല്ലാത്ത സാധാരണ ഡൈപോളിനൊക്കെ ഏകദേശം പകുതിക്ക് മുറിച്ചിട്ട് 2 ഭാഗമായിട്ട് ബൂം മെറ്റാലിക് ബൂമാണെങ്കിൽ, മെറ്റാലിക് അല്ലെങ്കിൽ പ്രശ്നമില്ല, മരത്തിൻ്റെ ബൂമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്രശ്നമില്ല, ഐസൊലേറ്റ് ചെയ്ത് വെക്കണം. അതേസമയത്ത് പാരസൈറ്റിക് എലമെൻറ്റിൻ്റെ നടുക്കിൽ സെൻറ്റർ പോയിൻറ്റിൽ RF വോൾട്ടേജ് 0 ആയതുകൊണ്ട് അത് ബൂമിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി മൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ലെങ്ത്ത് കുറയും. അപ്പോൾ ഒരു ലെങ്ത്ത് കുറച്ച് മാറ്റേണ്ടി വരും. അതിനാണ് ബൂം കറക്ഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ ഫോർമുലയുണ്ട്, അത് ഓൺലൈൻ ലഭ്യമാണ്.